ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. വൈകുന്നേരം 4 മണി ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവെട്ടത്ത് എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാണ്. അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ ചെറിയൊരു എരിവ് ഉണ്ട് താനും. കണ്ടത് ഇതേപോലെ പുറംഭാഗമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വരുന്ന സ്നാക്സ് തന്നെയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരുപാടങ്ങ് തണുത്ത് പോവാതെ ചെറു ചൂടോടുകൂടി ഒരു സോസിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി പലഹാരം റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ കപ്പിന് വേണമെന്നില്ല, ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെള്ളത്തിന് കൂടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും തിളച്ച് നമ്മുടെ ബട്ടർ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് അലന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ വെള്ളം എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ അതേ കപ്പിന് തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. വെള്ളം എത്രയാണോ എടുത്ത് അത്രയും തന്നെ വേണം മൈദയും ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ കൊണ്ടൊന്നും കുഴയ്ക്കാതെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാവ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടും. കണ്ടോ, പാനിൽ നിന്നാണെങ്കിലും നല്ലതുപോലെ തന്നെ വിട്ട് വരുന്നുണ്ട്. ശരിക്കും ഒന്ന് വെന്ത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കി നമ്മുടെ ആ മാവിൻ്റെ വലിയ തീ ചൂടുന്ന ആറുന്നത് വരെ നമുക്കവിടെ ഇറക്കി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ചെറിയൊരു ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് ചെറിയ ജീരകം, അതേപോലെ തന്നെ 2 പച്ചമുളകും, ഒരു ടീസ്പൂൺ എടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ ഒരു 3 മീഡിയം സൈസുള്ള സവാള ഇതേപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കനത്തിലൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമണം നന്നായിട്ടങ്ങ് മാറി ഒന്ന് വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, പച്ചമണമൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് മാറി പതുക്കെ ഒന്ന് വാടി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ അത്ര മാത്രം മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഗരം മസാലയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എരിവുള്ളതൊന്നും വേണ്ട, കാശ്മീരി റെഡ് ചില്ലി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവായി പോകും. ഇത് എല്ലാം കൂടി ചേർത്ത് പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ വേവിച്ച് ശരിക്കും ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പിടി മല്ലിയിലയും കൂടി നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട വേവിച്ച് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പതുക്കെ ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഇത്ര മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ വലിയ തീ ചൂടൊക്കെ മാറി നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ചൂടിൽ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മളൊന്ന് എടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചപ്പാത്തിക്കോല് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനത്തിലായി പോകരുത്, എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തീരെ കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലൊരു മൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ അടപ്പോ വെച്ച് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഒരുപാടങ്ങ് ചെറുതായി പോകരുത്, എന്നാൽ ഒരുപാടങ്ങ് വലുതുമായി പോകരുത്. കറക്റ്റ് ഷേപ്പിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും.
അപ്പോൾ ഈ റൗണ്ടിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ദാ ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ റൗണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫില്ലിങ് തന്നെ കൊള്ളും, ഇല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫില്ലിങ് മാത്രമേ ഉള്ളൂ. അതൊന്ന് നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ദാ സൈഡൊക്കെ ആണെങ്കിലും ഇതേപോലെ പതുക്കെ കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങ് വിട്ടുപോരും. അതുകൊണ്ട് കൈവച്ച് നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാം നമുക്ക് പെട്ടെന്ന് സ്നാക്സിൻ്റെ ഷേപ്പാക്കി ഇങ്ങെടുക്കാം. ഇതേപോലെ കുറച്ച് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പതുക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മൈദയൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. ബാക്കി എല്ലാ സ്നാക്സും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ 10 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ വെച്ച് 10 എണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുട്ടയുടെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് അത്ര മാത്രം മതിയാവും. അതിനുശേഷം ദാ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. അതും നല്ലതുപോലെ തന്നെ പൊടിച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും നമ്മുടെ മുട്ടയുടെ ഈ മിക്സിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് ഇങ്ങെടുക്കലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടതാ ഓരോന്നും മുട്ടയുടെ മിക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലും മുക്കി ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്സും ഇതേപോലെ തന്നെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാവേ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 10 എണ്ണം നമ്മളിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ സ്നാക്സും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 വശം റെഡിയായി കഴിയുമ്പോൾ ഇതങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് മുരുമുരാന്നിരിക്കുന്ന നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാക്കി സ്നാക്സും ഇതേപോലെ പെട്ടെന്ന് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് പുറംഭാഗമൊക്കെയാണെങ്കിൽ നല്ലപോലെ മൊരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിപ്പോൾ സോഫ്റ്റ് ആവാൻ കാരണം നമ്മുടെ ആ മാവ് ശരിക്കും ഒന്ന് വേവിച്ചെടുത്തുകൊണ്ടാണ് ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് പരത്തുമൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മാവ് റെഡിയാക്കാൻ നേരത്ത് 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് തന്നെ മൈദ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരുപാട് തണുത്ത് പോവാതെ നമ്മുടെ ചില്ലി സോസിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ്ങിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.